ഹലോ ആ ഇലക്ട്രിസിറ്റി ബില്ല ഇതെന്താ പൈപ്പ് പൊട്ടിയോ? ആ ഇത് പൈപ്പ് പൊട്ടിപ്പോയി. ഇതോ ഇതൊന്ന് മേടിച്ചു 810 ഉറുപ്പിക ഉണ്ട് കേട്ടോ. 810 രൂപ. ഇതിവിടെ കൂടുതൽ ഇത്രയൊന്നും വരാറില്ല. അത് നിങ്ങൾ യൂണിറ്റ് ഉപയോഗിക്കുന്നത് കൂടുതലാണ്. ഈ ഫ്രിഡ്ജും നമ്മളെ തേപ്പ് പെട്ടിയില്ലേ ഇതിന്റെ അകത്തൊക്കെയാണ് നന്നായിട്ട് കറണ്ട് കൂടുക. അപ്പൊ നിങ്ങൾ പുതിയ ആളാ? ആ ഞാൻ പുതിയ ആളാ. ഞാൻ അവിടെ അങ്ങനെ പരിചയപ്പെട്ട് വരുന്നുള്ളൂ. ആ അതുകൊണ്ടാ ബില്ല് കൂടുന്നത്. പല വീട്ടിൽ നിന്നും പരാതി ഉണ്ട്, ബില്ല് കൂടുതലാണ്. അല്ല ഇതിലെ അങ്ങോട്ട് പോയാൽ മെയിൻ റോഡിലേക്ക് എത്തൂലേ? ആ നേരെ പോയ മെയിൻ റോഡിലല്ലേ? ശരി ആയിക്കോട്ടെ. കടവത്തെ കാറ്റൊന്നും മിണ്ടിലേ മണിമാടൻ കൂട്ടിയതാണല്ലോ. ഇനിയിപ്പോ ഒരു വരം കൂടി വരേണ്ടി വരും അവിടെ. വീടിന്റെ മീറ്റർ പിന്നെ ഇതിപ്പോ എവിടെയാ കൊണ്ടുവച്ചപ്പേരന്റെ? അല്ല മാങ്ങി പെണ്ണുങ്ങൾ ഇന്നലെ കൂടി പറഞ്ഞിട്ടുള്ളൂ 2 പച്ചമാങ്ങ ഇട്ടേ കൊണ്ടുവരണം. കൊക്കുണ്ടല്ലോ. എന്നാ പിന്നെ അത് പറിച്ചിട്ട് നമുക്ക് ബില്ലൊക്കെ തൂക്കാം. ആ ഇന്നെത്തില്ല. ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല സുമേഷ് ചേട്ടാ. ഈ കിണർ പണിക്ക് എവിടെ നിർത്തുകാരുണ്ട്? നമ്മുടെ വാസുവിന്റെ തൊട്ടടുത്ത വീടുണ്ടല്ലോ വാസുവിന്റെ. ആ അത് പ്രശ്നമാണ്. അങ്ങനെ അടുത്ത വീട്ടിൽ നിന്നൊന്നും എടുക്കരുത്. അപ്പൊ മറ്റുള്ളവരൊക്കെ എടുക്കണതാ? ഇത് അറിഞ്ഞ പ്രശ്നമാണെന്നേ. ഇതങ്ങനല്ലേന്ന്. വീട് പണി കഴിയുന്നവരെ മതി. അത് കഴിഞ്ഞ് വീട്ടു നമ്പറൊക്കെ കിട്ടി കഴിയുമ്പോ നമുക്ക് സ്ലാബ് നമ്പറൊക്കെ ആവുമ്പോ നമുക്ക് ഇത് വീണ്ടും സാധാരണ ഇതില് ഇതാരും മൊയ്തുവാണല്ലോ. നമുക്കേ ഉള്ള സ്ഥലമാണ്. ആ പിന്നെ ഇതിന്റെ പോസ്റ്റ് അത് ശരി. വെറുതെ ഓരോന്ന് പറയാ. എന്താ പോയതോ? എങ്ങനെ? ഞാനിവിടെ മീറ്റർ റീഡിങ്ങിന് വന്നിരുന്നു ഒരു വീട്ടില്. അപ്പൊ മാങ്ങ കണ്ടപ്പോ മാങ്ങ പറിക്കാൻ വേണ്ടിട്ട് കിണറിന്റെ ആൽമറയെ കയറിയത് എനിക്ക് ആരും തെറ്റി താഴോട്ട് വീട്. എന്ത് പണി? എവിടെ സ്ഥലം? എവിടെ സ്ഥലം? എവിടെയൊന്നും എനിക്കറിയില്ല. പൊന്നാപുരം. ആ ആയിക്കോട്ടെ. അതെ അവിടുത്തെ പരിസരത്ത് എന്തെങ്കിലും ഒരു അടയാളം എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും എനിക്കറിയില്ല ചെയ്തതാ. ഞാൻ 5ാമത്തെ വീട്ടിലെത്തിയതാ മീറ്റർ റീഡിങ്ങിന്. അവിടെ വീണ്. വിഷമിക്കല്ലേ, കരയല്ലേ പറയട്ടെ. അതെ ഒരു കാര്യം ചെയ്യും, ഒന്ന് ആലോചിച്ച് നോക്കി. എന്ത് ഒരു വലിയ ഒരു മതിലും ഒരു ഗേറ്റുള്ള വീടാ. ഗേറ്റ് പൂട്ടിട്ട് ഞാൻ മതിലിൽ ചാടി കിടന്നതാ. ആ ഓക്കെ. അതല്ലാണ്ട് വേറെ എന്തെങ്കിലും പറയാൻ കിട്ടുമോ നിനക്ക്? ഞങ്ങൾക്ക് തെരഞ്ഞു വരാൻ പറ്റിയൊരു അടയാളം? ഒന്നും എനിക്കറിയില്ല ചെയ്തതാ. അറിയില്ല. ഈ വീടിന്റെ കൺസ്യൂമർ നമ്പർ എത്ര? ഇതിന്റെ ആധാർ നമ്പർ അത്
റേഷൻ കാർഡ് നമ്പർ എന്ത് മൊയ്തോ ഒരു അല്ല ഞാനൊരു പണി ചെയ്യാം. ഞാൻ ലൊക്കേഷൻ മാപ്പ് അയക്കാം മൊബൈലില്. ശരി അതയച്ചോ ഞാൻ മാപ്പ് നോക്കിട്ട് പോട്ടോ. ഞാൻ അയക്കാം. എന്റെ കൂട്ടുകാരൻ കിണറ്റിൽ വീണുന്നേ മൊയ്തു അവൻ കിണറ്റിൽ വീണുന്നേ അവൻ ഈ റീഡിങ് എടുക്കാൻ പോയതാ അപ്പൊ അത് എങ്ങനെയാ അവൻ കിണറ്റിൽ വീണെന്ന് പറഞ്ഞത് സ്ഥലം പൊന്നാപുരം അറിയാം നിങ്ങക്ക് പൊന്നാപുരം കോട്ട ഉഗ്രം പടം എന്താ എടാ പൊന്നാപുരം കോട്ടല്ല പൊന്നാപുരം എന്ന് പറഞ്ഞ സ്ഥലം അതറിയോ നിനക്ക് സ്ഥലം എന്റെ നാട് നിന്റെ സ്ഥലം പൊന്നാപുരം എടാ ഒന്ന് എന്റെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യടാ ഒന്ന് ഞാൻ വരും അതെ ലൊക്കേഷൻ അയച്ചിട്ടുണ്ടാവേ ലൊക്കേഷൻ വാ ഒരു ബിരിയാണി കഴിച്ചിട്ട് പോവാം. നീ ഇവിടെ പോകാം ആള് കിണറ്റിൽ വീണ് എടുക്കുമ്പോഴാ വാ ഭക്തേ, നമ്മള് കിണറ്റില് വീണ് കിടക്കാണ്. ആരെങ്കിലും ഒന്ന് രക്ഷിക്ക്. Turn right onto Northeast 36th Street. എനക്കറിയാലോ വഴി അല്ല വഴിയാറ് ഇത് നോക്കി പോവാണെങ്കിലേ നമുക്ക് പിന്നെ പ്രശ്നമില്ല കറക്റ്റ് സ്ഥലത്തേക്കെത്താ അതിനുമ്പോ മുങ്ങിത്താവോ മനസ്സിലായോ In a quarter of a mile, turn left. അതൊക്കെ എന്താ പറഞ്ഞേ In a quarter of a mile, എവിടേക്ക് turn left. അല്ല ഇങ്ങോട്ട് പൊന്നാപുരം ഇങ്ങോട്ട് പാറാ ടേൺ ലെഫ്റ്റ് എന്ന് പറഞ്ഞ പിന്നെ എവിടേക്ക് പോണു ശീതള സാറേ വഴി ഇങ്ങോട്ടാണ് ഞാൻ പോകുന്ന വഴിയല്ലേ നീ ഇത് വിശ്വസിക്കാ ആദ്യം ഒരു പൊന്നാപുരംകാരനെ എനക്ക് വലിയില്ലേ നാട്ടില് എടാ നീ പറയണ പോലല്ല അത് ചെലപ്പോ ഈ വഴിക്ക് എളുപ്പ വഴി ഉണ്ടാവും ഇതാ, ഒന്ന് വേഗം വാടാ. ഇതിനകത്ത് കിടന്ന മയ്യത്തായിപ്പോ സീതളാ. നീ വർത്താനം പറഞ്ഞ സമയം കളയല്ലട്ടോ ആള് ചിലപ്പോ വെള്ളത്തിൽ മുങ്ങിച്ചാവും വെറുതെ ആവശ്യം- അല്ല, സാറേ, അവൻ left വിളിച്ച- right ചെയ്തോ? ഹലോ ഒരു മിനിറ്റ് ഒരു പൊന്നാപുരം ഇവിടുത്തെ പൊന്നാവൂരല്ലേ അല്ല ഇത് ഇങ്ങടാ കാണിക്കണേ പൊന്നാവൂർ ഇങ്ങടാണ് ആയിക്കോട്ടെ ഞാൻ പറയണത് ഇപ്പൊ ഇത് കാണിക്കണ വഴി പോയാ മതി ഇതാണ് കാണിക്കണേ എളുപ്പ വഴി അതായിരിക്കും ഇത് പൊന്നാടത്ത് എവിടെയാണ് പൊന്നാപുരം ഒരു കിണറിന്റെ കിണറ്റിലോട്ടൊന്നും വണ്ടി പോകൂല സാറ് വേറെ എവിടെയെങ്കിലും പോണേ പറയും എന്റെ ഒരു കൂട്ടുകാരൻ കിണറ്റിൽ വീണ് കിടക്കാണ് അത് എവിടെ സ്ഥലം എന്ന് എനിക്ക് പിടുത്തല്ല അപ്പൊ പിന്നെ ഇത് നോക്കിയിട്ട് പോവാന്ന് പറഞ്ഞത് അതാ എന്തെങ്കിലും അടയാളം വല്ലതും ഉണ്ടോ അടയാളം അവിടെ ഒരു മാവുണ്ട് കിണറിന്റെ അടുത്തൊരു മാവ് അങ്ങനെ ഒരു സംഗതി അറിയുള്ളൂ നീ കയറി ഞാൻ പറഞ്ഞു അങ്ങനെ പോട്ടെട്ടോ In a quarter of a mile, turn left. വരണ അമ്മച്ചി ഹലോ ഡിയർ കസ്റ്റമർ നിങ്ങൾക്കൊരു സുവർണാവസരം 199 രൂപയ്ക്ക് റീചാർജ് ചെയ്യൂ 1 GB സൗജന്യമായി നേടൂ ഒന്ന് വെച്ച് പോടിയാണ് ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. ഈ പരിസരമൊക്കെ തന്നെ ഒന്ന് കാണിക്കണേന്നേ ഉണ്ണി നീ ഈ മാവുള്ള സ്ഥലേ നീ ആദ്യം ചൂട്ടൊന്നിട്ട് തൂര കളഞ്ഞേ ഒരാള് ചാവാൻ കിടക്കുമ്പോഴാണ് നീ വീഡിയോ വെച്ചോണ്ടിരിക്കുന്നത് ഈ പരിസരത്ത് ഈ മാവുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്ക് സാറേ എന്തെങ്കിലും വേറെ അടയാളം ഉണ്ടോന്നൊന്ന് ചോദിക്ക് അത് പുള്ളിക്ക് അറിയാനില്ലാന്നേ അതന്നെ ഇപ്പൊ ഏറ്റവും വലിയ പാട് വേറെ അവിടെ ആ ഒരു മാവുണ്ട് എന്നുള്ളത് അറിയുള്ളൂ അതെ വിളിക്കണേ മൊയ്ത് വിളിക്കുന്നുണ്ട് ഒന്ന് ചോദിക്കുക സാറേ മൊയ്തോ ഇതാ ഞാൻ മതില് ചാടുമ്പോഴേ അവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു. ഓക്കെ അത് നല്ല അടയാളാ ഓക്കെ ശരി ടെൻഷൻ അടിക്കണ്ട കേട്ടോ ഇപ്പൊ എത്തും അതെ ഒന്നുമില്ല ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് ഈ വീടിന്റെ ആ മതിലിന്റെ അടിയിൽ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് എന്റെ സാറേ ആ ഏരിയയിൽ 8-10 ട്രാൻസ്ഫോമറിലാണ് ഏത് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമ്മൾ അന്വേഷിക്കും ഇതിനോട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു ആ കളിവേ നേരെ ടേൺ In a quarter of a mile, ലെഫ്റ്റ് turn left. തിരിഞ്ഞ് ലെഫ്റ്റിലേക്ക് പോയി വാച്ച് കിട്ടിയ ഭാഗം ലെഫ്റ്റ് അവിടെ ഡെസ്റ്റിനേഷൻ അത് തുറന്നു കിടക്കണേ ഡെസ്റ്റിനേഷൻ ഇവിടെ നിർത്താൻ പറഞ്ഞേ ഇതില് നിർത്തി നിങ്ങളെ സാറേ ഇതൊക്കെ അടഞ്ഞു കിടക്കണം ഈ ഗേറ്റ് അടഞ്ഞു ഇവിടെ തന്നെ ആളുണ്ടെങ്കിൽ ഇവിടെ ഗേറ്റ് പൂട്ടിയിടുന്നത് വിവരമില്ലാത്തവരെ പണി കാണിക്കണത്
ഹലോ മൊയ്തോ സാർ അത് അതെ ഇത് ചാടണ്ട ഇത് മുതലി ചാടാം, അതാണ് നല്ലത്. ഇത് ഗേറ്റ് പൊക്കം കൂടുതലാണ്. ഏത് നേരത്താണ് പഠിച്ചോനെ മാങ്ങ പറിക്കാൻ തോന്നി എനിക്ക്. ഓക്കെ ഓക്കെ സാർ അത് ആ കാലൊന്ന് തള്ളി പിടിക്കോട്ടോ. എനിക്ക് നിങ്ങൾ ഇരിക്കവിടെ. ഓക്കെ ഓക്കെ ഒന്ന് വെച്ചോട്ടെ, കാലൊന്ന് തള്ളിക്കോ തള്ളിക്കോ. എന്താ കാണിക്കണേ നിങ്ങള്? സാറേ അടഞ്ഞു കിടക്കുന്ന വീട്ടിൽ ചിലപ്പോൾ പട്ടി കാണും, ചാടുമ്പോൾ ഒരു കാല് കടിക്കണം. ഇത് അയൽപക്കത്തുള്ള പട്ടിനെ വിളിച്ചു വരുത്തണ്ട. ഇപ്പൊ ചാട് ആള് ഒന്ന് പിടിക്കട്ടോ, ഒന്ന് പിടിക്കണേ. നിനക്ക് കല്ല് ചവിട്ടേ, കല്ല് ചവിട്ടട്ടെ. ഉണ്ടല്ലോ ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ. മൊയ്തോ മൊയ്തോ മൊയ്തോ. സാറേ വിളിക്കണ്ട. അടഞ്ഞു കിടക്കണ കിണറാണ്, ശ്വാസം കിട്ടാതെ ഇപ്പൊ തന്നെ മരിച്ചിട്ടുണ്ടാവും. അല്ല പറഞ്ഞ പോലെ ഇതിലല്ല. ആള് വീണ പിന്നെ ഇതിങ്ങനെ അടഞ്ഞു കിടക്കില്ലല്ലോ. അതല്ല നമുക്ക് അടുത്ത പൂട്ടി കിടക്കണ വേറെ വീട് നോക്കി പോവാം. അപ്പൊ വീട് തെറ്റി സമയം കളയണ്ട. അല്ല മാങ്ങ വയ്ക്കാം. മൊയ്തോ സാറേ മൊയ്തോ സാറേ സാറേ മൊയ്തോ. സാറേ ഇല്ല, പ്രതികരണമൊന്നുമില്ല. ആട് ഇത് കുളമാണ് സാറേ, കിണറല്ല. ആള് മുങ്ങിപ്പോയോ? മൊയ്തോ. സാറേ ഇന്നും ദിവസം തിങ്കളാഴ്ച അല്ലേ, ബുധൻ വ്യാഴം വെള്ളിയാഴ്ച വരാം. ഇതിൽ വീഴ ഞാൻ 3 ദിവസം കഴിയും കിട്ടാൻ. സാറേ ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഈ വല അടക്കല്ലേ, വലയിട്ടൊന്ന് പിടിച്ചു നോക്കിയാലോ, ആളെ ബോഡി കിട്ടണമെങ്കിലോ. മീനല്ല ഇഷ്ടം, അത് മൊയ്തോ മൊയ്തോ. ഈ കിണറിന്റെ സ്ഥാനം ശരിയില്ല. നിങ്ങൾ വന്നാ ആ വന്നു. ആരത്? അത് അകത്തുനിന്നാണോ? ആണ്ടല്ലോ. എവിടെ സാധനം എവിടെ? സാധനം കിണറ്റിലാ. ഓയ്യോ എന്തേ? അത് കിണറ്റിലൂട്ടോ. ഞങ്ങളല്ല, ആള് വന്ന് വീണാണ്. അല്ല നിങ്ങള് ചന്ദ്രൻ പറഞ്ഞ വെച്ചിട്ട് വന്നല്ലേ? ഏത് ചന്ദ്രൻ? ഓട്ടോ ചന്ദ്രൻ. അവനൊരു ഫുള്ള് കൊടുത്തേക്കാ പറഞ്ഞിരുന്നു. അല്ലല്ല അല്ലല്ല, ഞങ്ങള് ഞാൻ ഈ കാക്കി ഡ്രസ്സൊക്കെ ഇട്ട് കണ്ടപ്പോ ചന്ദ്രൻ പറഞ്ഞു വിട്ടാന്നല്ലേ കരുതിയത്. എന്റെ ഭാര്യ ഉണ്ടല്ലോ, അവള് പഠിച്ച കള്ളിയാ. ഞാൻ ഇന്ന് കാലത്തിറങ്ങി ബാറ് പോയിട്ട് 2 അടിച്ച് ബഹളം ഉണ്ടാക്കുന്നും പറഞ്ഞിട്ട് ഞാൻ എഴുന്നേക്കണേന്റെ മുമ്പ് അവള് ഗേറ്റ് പൂട്ടിയിട്ട് ഓഫീസിലേക്ക് പോകും. ഈ തക്കം നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ഓട്ടോ ചന്ദ്രനെ വിളിച്ചിട്ട് എന്നൊരു ഫുള്ളായിട്ട് വരാം. എന്നിട്ട് ഞാൻ അവന് തമ്മിൽ കൂടും. ഇന്ന് വിളിച്ചപ്പോ അവൻ പറഞ്ഞു എനിക്ക് വേറെ ഓട്ടോ ഉണ്ട്, വേറെ ഡ്രൈവർ എടുത്ത് കൊടുത്തുകൂടാൻ. അപ്പൊ നിങ്ങളെ കണ്ടപ്പോ നമുക്കൊന്ന് കൂടാന്നല്ലേ കരുതിയത്. ചേട്ടാ അതെ, എന്റെ ഒരു കൂട്ടുകാരുണ്ട് മൊയ്തു. അപ്പൊ നിങ്ങൾ ഇതിന് വന്നല്ല? അല്ല അല്ല പിന്നെ ആരാണ് നിങ്ങളോട് പൂട്ടി കിടക്കണം ഗേറ്റ് കിടന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? ഞാൻ ഈ കിണറ്റിലൊരാള് വീണിട്ടുണ്ട്. എന്റെ ഒരു സുഹൃത്ത് മൊയ്തു, അയാള് റീഡിങ്ങിന് വന്നാണ് ഇവിടെ. അപ്പൊ അയാള് ഈ കിണറ്റിൽ വീണോന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഫോൺ ചെയ്തിട്ട് അങ്ങനെ വന്നാ. അങ്ങനെ ആരും വീണിട്ടൊന്നുമില്ല ഇവിടെ. പൂട്ടി കിടക്കണ വീടിന്റെ ഉള്ളിലേക്ക് ആരാ റീഡിങ്ങിന് വരിക? ഇറങ്ങി പോയി നോക്കിയാ മനുഷ്യനെ മെനക്കെടുത്താണ്. ചേട്ടാ അങ്ങനെ വന്നല്ല. അല്ല നിക്ക് ഈ കിണറ്റില് വീണു എന്ന് പറഞ്ഞ ഇനിയിപ്പൊ അഥവാ അങ്ങനെ ആരെങ്കിലും വീണിട്ടുണ്ടെങ്കിലേ ഒന്ന് ഇറങ്ങി നോക്കിട്ട് പോക്കോ, അതാ നല്ലത്. സാറേ ഇവിടെ അല്ല. അല്ല അതേനെ എന്തോ വീഴുന്ന ശബ്ദം ഞാൻ കേട്ടു, അതാ പറഞ്ഞു. പക്ഷെ ഇവിടെ മാവില്ല. ഹലോ മൊയ്തോ. ഇവിടെ നല്ലടാ ഇത്. എവിടെയാണ്? ഇവിടെ അല്ല ഞാൻ വീഴുന്ന ശബ്ദം അല്ല ഒന്ന് നോക്കിട്ട് പോവേ. അല്ല അവരാരെങ്കിലും ഒരാൾ ഈ കിണറ്റിലൊന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ അലുമിനിയം ബക്കറ്റ് ഒന്ന് എടുപ്പിക്കാറുണ്ട്. എടാ മതിലിൽ പൊത്തിപ്പിടിച്ച് അല്ല ഈ മാവും കിണറും അടുത്തടുത്ത് നിൽക്കുന്ന ഒരു വീട് എത്ര ആലോചിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് ഓർമ്മയിൽ അങ്ങോട്ട് തെളിയണില്ല. അല്ല സാറ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണല്ലോ. അല്ല അതെ, അല്ല ഈ വാർഡിൽ തന്നെയാണെന്ന് ഉറപ്പാണല്ലോ? ഗൂഗിളിൽ കാണിക്കണത് ഈ പരിസരമാണേ. എന്റെ പേരതില് കാണിച്ചിട്ടുണ്ടാ? ഗൂഗിളിലാ. ആ പാരിജാതൻ പഞ്ചായത്ത് ഓഫീസിൽ കാണിക്കുന്നു. കാര്യം നമ്മ ഈ ഇലക്ഷനിൽ നിൽക്കുമ്പോ വോട്ട് ചോദിക്കാൻ മാത്രമല്ല എല്ലാ വീടും കയറേണ്ട ആവശ്യമുള്ളൂ. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഒന്നും പോകേണ്ട ഒരു ആവശ്യവും വരണില്ലല്ലോ. കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ വിഷയം ഞാൻ ഗൗരവമായിട്ട് അവതരിപ്പിച്ചാണ്, ഉണ്ണിക്കറിയാലോ. ആ നമ്മുടെ പഞ്ചായത്ത് അതിർത്തിയിലുള്ള മുഴുവൻ കിണറുകൾ ഇടിച്ച് നിരത്തി അവിടെ മണ്ണിട്ട് നികത്തിയിട്ട് എല്ലാ വീട്ടിലും ജപ്പാൻ കുടിവെള്ളം കൊണ്ടുവരാ. ജപ്പാൻ കുടിവെള്ള പദ്ധതി ഇപ്പൊ പാതി വഴിയിൽ നിൽക്കാണ്. ഉണ്ണി ഞാൻ പ്രസിഡന്റ് ആയ പിന്നെ ഈ പഞ്ചായത്തിൽ ഡെവലപ്മെന്റ് വന്നത്.
മൊയ്തുവിന്റെ കാര്യത്തിലേക്കൊന്ന് മൊയ്തുവിന്റെ കാര്യമാണ് നമ്മൾ ഈ പറയണത്. ഈ എത്ര മണിക്കൂറായിട്ടുണ്ടാവും ഇയാള് വീണിട്ട്? ഇപ്പൊ ഒരു 1.5 മണിക്കൂറായി. അതാണ് മണിക്കൂർ കൂട്ടാം. ഓ ഉണ്ണി, നീ അപ്പൊ കാര്യങ്ങൾക്കൊക്കെ ഒരു ഏർപ്പാടുണ്ടാക്കുക. നമുക്കൊരു റീത്ത് വേണം, പിന്നെ അനുശോചന യോഗത്തിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. സാറേ അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇതിപ്പോ ആളിപ്പോ വിളിച്ചിട്ടുണ്ടായി. അപ്പൊ ആളെ ഒന്ന് കണ്ടു കിട്ടിയാ മതി. ഇത് തന്നെയാണ് ഞാൻ പറയണത്. അന്ന് ഞാൻ പഞ്ചായത്ത് കമ്മിറ്റി പറഞ്ഞൊരു കാര്യം തീരുമാനം അയച്ചെങ്കിൽ ഇന്ന് ഈ അവസ്ഥ നമുക്ക് വരില്ല. ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് നടന്നു വന്ന റോഡ്, ആ കിണറുമൂക്ക് തൊട്ട് റിസോർട്ട് കടവ് വരെയുള്ള റോഡ് എങ്ങനെയുണ്ട് അതിന്റെ കിടപ്പ്? ചോറിട്ട് തിന്നാ. അത് അത്രയും വൃത്തിയാക്കി പണിതത് എന്റെ മാത്രം ഒരു ഉത്സാഹമാണ്. ഉണ്ണിക്കറിഞ്ഞൂടെ? പിന്നെ എത്ര വീടില്ലാത്ത ആളുകള്. ഞാൻ വോട്ട് ചോദിച്ചു എല്ലാ നേരത്തും മുഴുവൻ ചെറ്റക്കുടിലാണ്. ഉണ്ണിക്കറിയാമല്ല, പ്രസിഡന്റ് ഈ നിൽക്കുന്ന വീടും ചെറ്റക്കുടിലായിരുന്നു. അതല്ല, നമ്മൾ ഈ ചെറ്റക്കുടിലായ വീടുകൾ മുഴുവൻ ഇന്ന് കോൺക്രീറ്റ് വീടാണ്. ലൈഫ് പദ്ധതിപ്പെടുത്തി എന്റെ ഒരു ഉത്സാഹം, എന്റെ ഒരുത്തന്റെ ഒറ്റ ഉത്സാഹം കൊണ്ടാണ് നമ്മൾക്ക് ഈ വീട് മുഴുവൻ കൊടുക്കാൻ പറ്റിയത്. പിന്നെ കുടുംബശ്രീ, തേജസ്വിനി മാത്രമല്ല മുഴുവൻ കുടുംബശ്രീ. ഈ പഞ്ചായത്തിലെ ഡെവലപ്മെന്റ് വന്നത് മൊയ്തുവിന്റെ കാര്യം തന്നെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. നിങ്ങൾ മൊയ്തുവിന്റെ ഒരു കാര്യത്തിന് വേണ്ടി എന്റെ അടുത്ത് വരുമ്പോ ഞാൻ അതിൽ വൃത്തിയായിട്ട് ഇടപെടണ്ടേ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തരുന്നത്. ഉണ്ണിക്കറിയാലോ വിഷയം. ഉണ്ണിക്കറിയാലേ? ഒരു കാര്യം സാറേ, കംപ്ലീറ്റ് ഉണ്ണിനോട് പറഞ്ഞു. ഉണ്ണി ഞങ്ങൾക്ക് പിന്നീട് പറഞ്ഞുതരും. അല്ല, എവിടെ വീണെന്നാ പറഞ്ഞത്? എവിടെ വീണത്? ആകാശത്തേക്ക്. ഞാൻ ആ കിണറ്റിലോട്ടൊന്ന് വിളിക്കട്ടാ. അല്ലാന്ന് എല്ലാ കാര്യം എനിക്ക് പറയാനറിയില്ല. അപ്പൊ ഇവിടെ ഇരിക്കും. പറ്റില്ല. അതാണ് ആളുകളുടെ ഒരു കുഴപ്പം. മെമ്പർ ഒന്നും ചെയ്യണില്ല. ഒരു കാര്യം കേട്ടിട്ട് അതിലൊന്ന് ഇടപെടാനുള്ള സമയം തരണ്ടേ? അപ്പോഴേക്കും ധൃതിയാണ്. സമയമൊന്നും ആയിട്ടില്ല, വെറുതെ തോന്നാണ്. ഇപ്പൊ തുടങ്ങൂ. ഇല്ല പറഞ്ഞ പിന്നെന്താ തുടങ്ങൂന്ന്. നമ്മൾ ചെന്നിട്ടില്ലേ തുടങ്ങും. അതിന് സമയമുണ്ട്. അല്ലല്ലല്ല, ഞങ്ങളുടെ സൗകര്യത്തിനൊന്നും അല്ല എന്റെ സീരിയൽ കാണിക്കണ. സീരിയൽ കാണുമ്പോ മലയാള സീരിയൽ കാണരുത്. പിന്നെ നമ്മള് കന്നഡ സീരിയൽ കാണാം. കന്നഡ സീരിയൽ എനിക്ക് മനസ്സിലായത്. ഒന്നാമത്തെ ഇതിങ്ങനെ ചങ്ങലിട്ട് പൂട്ടരുതെന്ന് ഞാൻ പറഞ്ഞാണ് നിങ്ങളോട്. എവിടെ ചാവി എവിടെ വെച്ചത്? അതന്നെ വെറുതെ സമയം കളയുനിപ്പോ. അല്ല, ചാവി അരയിലാണ്. എന്തിനാണ് നിങ്ങളിങ്ങനെ പൂട്ടി വെക്കണേ? ഊട്ടി വെക്കണത് എന്തിനാ പറഞ്ഞാ? ഊട്ടി വെക്കണത് ആൾക്കാർക്ക് തോന്നിയ മാതിരിയുള്ള ആൾക്കാരാണ്. ഒന്നല്ലൊക്കെ അറിയാം. ഞാൻ നിങ്ങളുടെ കൂടെ ഒന്ന് ചാടി പോന്ന് വെച്ചിട്ട് വേറെ ആരെങ്കിലും കൂടെ ചാടി പോയാലോ ഓർത്തിച്ചല്ലേ? എന്താ പറയണ? അങ്ങനെയല്ല. തുറക്കട്ടെ. ഞാൻ തുറന്നോണ്ട് ഇന്നത്തൊക്കെ നിങ്ങൾക്ക് വിശ്വാസമില്ല. എന്താ ഇങ്ങനെയൊക്കെ പറയണത്? തുറന്നില്ലേപ്പാ? അല്ല, turn right. Make a U-turn. ട്രാൻസ്ഫോമർ ഇരിക്കുന്ന ട്രാൻസ്ഫോമർ. സാർ പറഞ്ഞു ട്രാൻസ്ഫോമർ. ഓക്കെ. ട്രാൻസ്ഫോമറിന്റെ പക്ഷേ അല്ല ഗേറ്റ് കൂട്ടിയിട്ടില്ല. ഗേറ്റ് അടച്ച സ്ഥലമല്ലേ പറഞ്ഞത്? ഞാനേ ഒന്ന് കേറി നോക്കിട്ട് വരാം. മാവുണ്ടോന്ന് നോക്കിട്ട്. ഇയാളെന്താ മാങ്ങ കരാറെടുക്കാമെന്നാണ്? അത് എന്റെ കൂടെ വന്നോ? എന്തപ്പോ വണ്ടി കയറി അയാള് ആ കിണറ്റിന് വേണ്ടി പാമ്പടി അത് അടിച്ചു വരിക്കും അയാള്. നേരെ അത്രയും ഞാൻ ഗേറ്റ് അടച്ചു വെച്ചാ പോരെ? ഇനി വണ്ടി കയറ പോത്തെ. അതെ, ഗോ സ്ട്രൈറ്റ്. എവിടെ വണ്ടി എടുക്കണല്ലേ? വണ്ടി കയറാം. പുറത്തും കിട്ടും. സാധനങ്ങളായിട്ടാണ് തന്നെ പോ. പോണ് എന്റെ ഞാനും വിളിക്കാനും പറ്റില്ല. സീതാ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തോ. ആരെങ്കിലും ഒന്ന് വേണേ. എന്തെങ്കിലും മയ്യണ്ടാവല്ലോ.